ശരിയായ രീതിയിൽ ഫലപ്രദമായി പരിശോധിച്ചാൽ വയോധികന്റേത് കൊലപാതകം തന്നെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തീകൊളുത്തി ആത്മഹത്യ ചെയ്ത തിരുവള്ളൂരിലെ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. UDF നിയന്ത്രണത്തിലുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിൽ മനംനൊന്ത് തീകൊളുത്തി ആത്മഹത്യ ചെയ്ത തിരുവള്ളൂരിലെ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ എനിക്ക് മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും തുകയുടെ ഒരു ഭാഗം പോലും നൽകാൻ തയ്യാറായില്ല എന്നത് ഗൗരവകരമാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ പണം പിരിച്ച് വലിയ തട്ടിപ്പാണ് നടന്നത്. ലീഗിന്റെ ഉന്നത നേതാക്കൾ വരെ ഈ സംഘത്തിന്റെ ഉദ്ഘാടന നിക്ഷേപ സമാഹരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രമുഖരെ അണിനിരത്തി ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിച്ച് വലിയ കൊള്ളയാണ് യഥാർത്ഥത്തിൽ നടന്നത്. നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്നും കിട്ടാനുണ്ട്. കോൺഗ്രസും ലീഗും ചേർന്ന് നടത്തുന്ന ഈ സഹകരണ സ്ഥാപനം പണം സ്വരൂപിക്കുന്നതിന് മാത്രം ഉപയോഗിക്കുകയും അവസാനം ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തതിന്റെ ഭാഗമാണ് ഈ ആത്മഹത്യ. അതുകൊണ്ട് ഇത് കൊലപാതകം തന്നെയാണ്. സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണം. കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അസ്വാഭാവിക മരണം എന്നുള്ളതല്ല സംഭവം, എല്ലാവർക്കും അറിയാം. വളരെയേറെ പ്രയാസകരമായൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്. ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ച് വെക്കുന്ന പണം മുഴുവൻ ഗൾഫിലുൾപ്പെടെ ജോലി ചെയ്ത് അവിടെയുള്ളപ്പോഴും തിരിച്ചു വന്നപ്പോഴും വലിയൊരു സംഖ്യ ഇവരിൽ നിന്നുള്ള സൗഹൃദം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിക്ഷേപിച്ചത്. നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ നിക്ഷേപ സമാഹരണം ഉദ്ഘാടനം ചെയ്യുകയും ഒരു വിശ്വാസ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ആളുകൾ പണം നിക്ഷേപിക്കുന്നത്. അങ്ങനെ നിക്ഷേപിച്ചു, ഗൾഫിൽ ഉള്ളപ്പോഴും നിക്ഷേപിച്ചു, അതിന് ശേഷം തിരിച്ചു വന്നപ്പോഴും കുറേ പണം നിക്ഷേപിച്ചു. പക്ഷേ ആ പണം ആവശ്യമുള്ള സന്ദർഭത്തിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടപ്പോൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ അവരുടെ പ്രധാനപ്പെട്ട ചടങ്ങ് പരിപാടി കഴിഞ്ഞു. അതിനുശേഷം പണം കിട്ടണം എന്ന് വാശി പിടിച്ചു. പല പ്രാവശ്യമായിട്ട് സൂര്യകുമാറിന് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃനിരയിലുള്ളതാണ് അദ്ദേഹത്തെ പോയി കണ്ടപ്പോഴെല്ലാം പറഞ്ഞു, എനിക്ക് പണം തിരിച്ചു തരാതെ പറ്റില്ല, അങ്ങനെ പണം തിരിച്ചു കൊടുക്കുന്നില്ല, പലിശയും കൊടുക്കാതെ അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതെന്നാണ് പറയുന്നത്, എനിക്കിങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മുമ്പിൽ എന്ന് അദ്ദേഹം അതിന് മുമ്പ് തന്നെ പറയും. വീണ്ടും പോയി അന്വേഷിച്ചപ്പോഴാണ് പണം കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് കയ്യിൽ കരുതിയിട്ടുള്ള പെട്രോൾ ഉപയോഗിച്ച് സ്വയം തീ വെച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സാധാരണ രീതിയിലുള്ളൊരു മരണം മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം സാധാരണ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചു തീ കൊടുത്ത് മരിക്കുക എന്നുള്ളതെല്ലാം വളരെ വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെയൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അത് തീർച്ചയായും ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കെടുകാര്യസ്ഥയുടെ ഭാഗമായിട്ട് പണം മുഴുവൻ പുറത്തെടുത്ത് കടത്തി. ഇബ്രാഹിം കുട്ടി ഹാജി മാത്രമല്ല, നിരവധി ആളുകൾ വേറെയുണ്ട്, അവർക്കും പണം തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും ഇപ്പോൾ തിരിച്ചു കിട്ടുന്നതല്ല നില. ഇതാണിപ്പോൾ ഇതിനുള്ള സ്ഥിതി. സമഗ്രമായ അന്വേഷണം നടത്തണം. യഥാർത്ഥത്തിൽ കൊലക്കേസ് തന്നെ ചാർജ് ചെയ്യേണ്ടതാണ്. കാരണം വേറെ ഒരു കാരണത്തിലുമല്ല, പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം ഈ പണം തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ മരണകാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന പണം തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചവർക്കെതിരായി ഫലപ്രദമായ അന്വേഷണവും അതുപോലെ തന്നെ നിലപാടും സ്വീകരിക്കും. അതാണ് ഈ പോലീസ് തന്നെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യക്തമാകുന്നത് തോന്നുന്നുണ്ടോ? അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിക്കാൻ പറ്റില്ല. ഇപ്പം വേറെ സർക്കാർ മാറിയതുകൊണ്ട് മാത്രം ഇത് രാഷ്ട്രീയമാക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കുടുംബത്തിന് വന്ന് ചേർന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് അല്ലേ. ഒരു കൺസ്ട്രക്ഷൻ ഭാഗമായിട്ടുള്ളൊരു സൊസൈറ്റി നന്നായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലായി.
എല്ലാവരും കൂടി ചേർന്ന് അവിടെ നിക്ഷേപം സമാഹരിക്കുന്നു. നേതൃത്വ നിരയിലുള്ളവരെല്ലാം വരുന്നു. അവരെല്ലാം വിശ്വാസത്തോടുകൂടി പണം നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അങ്ങനെ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ട് നന്നായിട്ട് ശ്രമിച്ചു, കൊടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. അത് കേട്ടിട്ടും കൊടുക്കുന്നില്ല. അവസാനം അതിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഉണ്ടായ പ്രശ്നം. ഈ സ്ഥാപനമായിട്ട് കോൺഗ്രസ് പറയുന്നത് PCC പ്രസിഡന്റ് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ സ്ഥാപനം തുടങ്ങിയത് പോലും കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസും ജീവോ ഒക്കെ ഉണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ്. അതിലിപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രജിസ്ട്രേഷനോ BJP രജിസ്ട്രേഷനോ CPM രജിസ്ട്രേഷനോ ഒന്നുമില്ല. സൊസൈറ്റിക്ക് വേറെ തന്നെ രജിസ്ട്രേഷനാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. അത് അഫിലിയേറ്റഡ് കോൺഗ്രസുമാരും പറയലുണ്ടോ ഏതെങ്കിലും സൊസൈറ്റിയാണ്? അതവരെന്നെ സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവായതുകൊണ്ട് പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടത്തണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സമഗ്രമായ അന്വേഷണം ഫലപ്രദമായി നടത്തണം. ഇതുപോലെ നിരവധി പരാതികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ഇതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ്, അനുശോചനം അറിയിക്കുക. ഗോവിന്ദൻ മാസ്റ്ററോടൊപ്പം ജില്ലാ സെക്രട്ടറി മെഹബൂബ്, KT കുഞ്ഞിക്കണ്ണൻ, C ഭാസ്കരൻ മാസ്റ്റർ, PK ദിവാകരൻ മാസ്റ്റർ, K പുഷ്പജ, K ഗോപാലൻ മാസ്റ്റർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.